ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. ഇതോടെ 3 കേസിലും പരാതികളിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഉറപ്പായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എത്ര പേര് രാഹുലിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുവെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകൾ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. കാരണം ഈ ഒരു ചാനലിനകത്ത് 50,000 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ചാനലിൽ, എൻ്റെ ഈ ചാനലിൽ ലൈവിൽ കൊണ്ടുവരുന്നതായിരിക്കും. 50,000 ഫോളോവേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈവിനകത്ത് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് നേരിട്ട് ലൈവിനകത്ത് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുക. ലൈവിൽ നിങ്ങളെ സംശയങ്ങളും അതുപോലെ നിങ്ങൾക്ക് ചോദിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിട്ട് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കാണുമല്ലോ. അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനെ കൊണ്ട് ഞാൻ ഒരു അവസരം ഉണ്ടാക്കി തരും. ഉറപ്പായിട്ടും 50,000 ഫോളോവേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ലൈവിനകത്ത് 50,000 ഫോളോവേഴ്സ് ആയതിൻ്റെ പേരിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവരും ചാനൽ ഫോളോ ചെയ്ത് വെച്ചോ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവും കൂടെ ആഗ്രഹിക്കുന്ന ആളുകൾ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടെ 3 കേസുകളിലും ജാമ്യം കിട്ടി. ഇനി എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം എന്തുകൊണ്ട് കോടതി പോലും പറയുന്നത് ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരം ഇത് കുറ്റകരമല്ല എന്ന് കോടതി പറഞ്ഞിട്ട് പോലും കോൺഗ്രസിന് ഈ ഇലക്ഷൻ, ഇനിയിപ്പോൾ ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ ജില്ലകളിലും ഓരോ സ്ഥലങ്ങളിലും ഓരോ ആളുകളെ നിയമിക്കുവാണ്. ഓരോ സീറ്റുകളിലും ഓരോ ആളുകളെ നിയമിക്കാനൊക്കെ ഇപ്പോൾ പാർട്ടി ഓരോ വ്യക്തികളുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക്, തിരിച്ച് കോൺഗ്രസ് പാർട്ടിയിലേക്ക് എടുക്കുന്നില്ല? എന്തുകൊണ്ട് രാഹുലിന് പാലക്കാട് ഇപ്പോഴും സീറ്റ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയും ഞാനൊരു ചർച്ചയും കണ്ടിട്ടില്ല, ആരും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആദ്യം പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുകയാണ് വേണ്ടത്, എന്നിട്ടാണ് സീറ്റ് കൊടുക്കേണ്ടത്. അപ്പം എന്തുകൊണ്ട് ഈ 3 കേസിലും 3 പരാതികളിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയിട്ട് പോലും എന്തുകൊണ്ട് പാർട്ടി തിരിച്ചെടുക്കുന്നില്ല? ഈ ഒരു കള്ളപ്പരാതിയുടെ പേരിൽ, ഈ ഒരു കള്ളക്കേസിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തഴഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി സീറ്റ് കൊടുക്കാതിരിക്കാനുള്ള തന്ത്രമാണ് മെനയുന്നെങ്കിൽ അത് ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഈ ഇലക്ഷനകത്ത് സംഭവിക്കാൻ പോകുന്നത്. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. ഇനി ഞാനിവിടെ ഞാൻ ആദ്യം ഇന്നത്തെ ജാമ്യം കിട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ഞാൻ ഇവിടെ നിന്ന് വെച്ച് തരാം. അതിനുശേഷം ആദ്യത്തെ പരാതിക്കാരിയുമായിട്ട് ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു വീഡിയോ, ഏകദേശം 10 മിനിറ്റോളം ഉണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അത് കണ്ടു നോക്കുക. ഒരു ഞെട്ടിക്കുന്ന ഒരു വീഡിയോ, അതിനകത്ത് എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. ആദ്യത്തെ പരാതിക്കാരിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം അവൾ അതിനകത്ത് പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആദ്യം ആ വാർത്തയൊന്ന് കാണാം. കൂട്ടത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി പുറത്തിറക്കിയ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ഉത്തരവിലാണ് കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഉള്ളത്. പലയിടങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നുള്ളതായിരുന്നു പരാതി. പക്ഷേ ബലാത്സംഗം നിലനിൽക്കില്ല എന്നുള്ളതാണ് കോടതി പ്രഥമ ദൃഷ്ടിയാൽ മനസ്സിലാക്കുന്നത്. പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണ് പലയിടങ്ങളിൽ വെച്ച് നടന്നതെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇത്ര ബ്രൂട്ടലായി ബലാത്സംഗം ചെയ്ത ഒരാൾക്കൊപ്പം പിന്നീട് ഈ യുവതി പോയത് അത്ഭുതപ്പെടുത്തുന്നു എന്ന് കോടതി പറയുന്നു. ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് മറ്റൊന്ന് അതിജീവിതയും അതോടൊപ്പം പ്രോസിക്യൂഷനും ഉയർത്തിയത്. പക്ഷേ ചാറ്റുകൾ വായിച്ചപ്പോൾ യുവതിയുടെ സമ്മതത്തോടുകൂടി തന്നെയാണ് ചിത്രം നടത്തിയതെന്ന് കോടതി നിരീക്ഷിക്കുന്നു. ഒപ്പം ആ സമ്മതം ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി പ്രകാരമാണ് എങ്കിൽ അത് ഇനിയിപ്പോൾ വിചാരണ വേളയിലാണ് അത് കണ്ടെത്തേണ്ടതെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഈ പ്രോസിക്യൂഷൻ ഉയർത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ സ്ഥിരം കുറ്റവാളി എന്നുള്ളതാണ്. ഇയാളുടെ മോഡസ് ഓഫ് ഓപ്പറാൻഡിയാണ് ഇത്തരത്തിൽ പെൺകുട്ടികളെ വഞ്ചിച്ച് ഗർഭിണി. കണ്ടല്ലോ, ഇവിടെ കോടതി വരെ പറഞ്ഞേക്കുന്ന കാര്യമാണ്. ഇവിടെ രാഹുൽ ഒരു വ്യക്തി മാത്രം വിചാരിച്ചുകൊണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഗർഭചിത്രവും മറ്റുള്ള കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഇത് 2 ആളുകളുടെയും സമ്മതപ്രകാരമാണ്. ഈ പരാതി കൊടുത്തിട്ടുള്ള ആളുടെ സമ്മതപ്രകാരത്തോടു കൂടി മാത്രമാണ്, ആ വ്യക്തിയുടെ സമ്മതപ്രകാരം ഉണ്ടെങ്കിലേ ഇവിടെ ഗർഭചിത്രം വരെ നടത്താൻ സാധിക്കത്തുള്ളൂ. ഇനി അങ്ങനെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നേ ഉള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു തെളിവും കാര്യങ്ങളും ഒന്നും കണ്ടിട്ടില്ല, അല്ലേ? അപ്പം ഇവിടെ ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്നിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ ഒരാളെ മാത്രം എങ്ങനെയാണ് ക്രൂശിക്കുന്നത്, ഒരാളെ മാത്രം എങ്ങനെയാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ കുറ്റക്കാരനാക്കുന്നത്, അത് കോടതിക്ക് നല്ല ബോധ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഈ 3 കേസിനകത്തും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയത്. പക്ഷേ കുറച്ച് നിബന്ധനകളൊക്കെ കോടതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാനത് വിശദമായിട്ട് ഞാനത് പറഞ്ഞുതരാം. കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണ് ഇതുപോലെ ഉദ്യോഗസ്ഥർക്ക് കൈമാറി പാസ്വേഡൊക്കെ അയച്ചു കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരു നിബന്ധനകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു വീഡിയോ, ഒന്നാമത്തെ പരാതിക്കാരിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുന്ന ഒരു യുവതി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ആ
പരാതിക്കാരിയുടെ ഹസ്ബൻഡുമായിട്ട് ഈ യുവതി നേരിട്ട് കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ യുവതിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പരാതിക്കാരിയുടെ കെട്ടിയവൻ എന്ന് പറയുന്ന ആ വ്യക്തി പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവരെ കാണിക്കവരെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ പരാതിക്കാരി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ഈ ഒരു ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് കല്യാണം കഴിച്ച ഹസ്ബൻഡുമായിട്ട് 4 ദിവസം മാത്രമേ ഒരുമിച്ച് ജീവിച്ചുള്ളൂ എന്നാണ് ആ പരാതിക്കാരി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അതിനൊക്കെ ശേഷവും ഒരുപാട് ദിവസങ്ങൾ, ഒരുപാട് മാസങ്ങൾ ഒരുമിച്ച് താമസിച്ച് പല സ്ഥലങ്ങളിൽ കറങ്ങി ഫോട്ടോസ് എടുത്ത് ചിരിച്ച് കളിച്ച് പോയിട്ടുള്ള ഒരു പരാതിക്കാരിയാണ് ഇവിടെ കണ്ടിട്ടുള്ളതെന്നാണ് ഈ യുവതിയുടെ സംസാരങ്ങളിൽ നിന്ന് അത് വ്യക്തമാവുന്നത്. ഞാനിവിടെ കാണിച്ചു തരാം, ആ വീഡിയോ ഇവിടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പുള്ളിക്കാരി ഒരു ജേർണലിസ്റ്റൊക്കെയാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരിയുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഒരു ജേർണലിസ്റ്റ് എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരി ഈ അതിജീവിത എന്ന് പറയുന്ന ഈ പരാതിക്കാരിയുടെ ഹസ്ബൻഡുമായിട്ട് സംസാരിക്കുകയും അപ്പോൾ ആ വ്യക്തിയുടെ സംസാരങ്ങളിൽ നിന്ന് തന്നെ ഈ പരാതിക്കാരി ഈ വ്യക്തിയെ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു പേഴ്സണാക്കി ചിത്രീകരിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ആ യുവതി പറയുന്ന ആ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം. നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളൊന്ന് കേട്ട് നോക്ക് കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ കേട്ട് നോക്ക്. ഞാൻ ഇന്നലെ അവനെ കണ്ടു. ആരാണെന്നല്ലേ? അവൻ സ്വയം എന്നോട് അവനെ വിശേഷിപ്പിച്ചത് അതിജീവിതൻ എന്നാണ്. ഈ നാട്ടിലാണെങ്കിൽ അതിജീവിതകളെ തട്ടിയിട്ട് നടക്കാൻ വയ്യ. അപ്പോഴാണ് അവന് എന്നോട് നേരത്തെ പരിചയമുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞത് ഒരു സ്വന്തം ചേച്ചിയോട് എന്നതുപോലെ സംസാരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നു, അതുകൊണ്ട് ചേച്ചിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവൻ എന്നെ വിളിക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രോ തന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവളെ ഞാൻ കണ്ടിരുന്നു, അവളെ ഞാൻ ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ചിലരൊക്കെ ന്യൂസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രത്യേക BGM ഒക്കെ ഇട്ട് വലിയ ആഡംബരമായിട്ട് സ്വകാര്യമായി കണ്ടൊരു കാഴ്ചയെ ആഘോഷിച്ചവരാണ് ഇവിടെ ചില മാധ്യമ പ്രവർത്തകർ. ആ ആഘോഷം മാത്രമല്ല, ആ ആഘോഷം ഇപ്പോഴും തുടരുന്നുണ്ട്. ചില സ്ക്രീൻഷോട്ടുകളെല്ലാം പുറത്ത് വിട്ടിട്ട് ഇര എന്ന് അവകാശപ്പെടുന്നവരുടെ സ്വകാര്യതയെ ഹനിക്കുന്നതാണ്, യഥാർത്ഥത്തിൽ അവർ ഹനിക്കുന്നതാണ്. കോടതിയുടെ പരിഗണനയിലുള്ളതിന്റെ പല തെളിവുകളും പുറത്തുവിടുന്നു. പക്ഷേ അത് അവർ സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പുറത്തുവിടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇൻട്രോയിൽ കൂടെ തുടങ്ങിയത്. അപ്പോൾ അയാൾ എന്നോട് സംസാരിച്ചതെല്ലാം അയാളുടെ ഭാര്യയെക്കുറിച്ചാണ്. ഇപ്പോഴും അയാളുടെ ഭാര്യയായിരിക്കുന്ന അതിജീവിത എന്ന് പലരും വിളിക്കുന്ന ആ സ്ത്രീയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ സ്ത്രീയെ എനിക്ക് അറിയാമെങ്കിൽ പോലും എനിക്ക് നേരിട്ട് അറിയില്ല. ഈ വ്യക്തി, അവരുടെ ഭർത്താവായ ഈ പയ്യനെയും എനിക്ക് അറിയാം എന്നുള്ളൂ. കൂടുതലായിട്ടല്ല, എന്നാലും കുറച്ച് സംസാരിച്ചിട്ടുണ്ട് മുന്നേ. അതാണ് അവൻ പറഞ്ഞത്. ആ സ്ത്രീ ഒരു പീഡന പരാതിയുമായി വരുമ്പോൾ അവരുടെ പല വോയിസ് റെക്കോർഡുകളും പുറത്തു വരുന്നു. ആദ്യം അവർ പറയുന്നത് അവരുടെ അനുവാദമില്ലാതെയാണ് ആരോ ആ വോയിസ് റെക്കോർഡുകൾ പുറത്തുവിട്ടത് എന്ന്. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും കരുതിയിരുന്നത് അവൾ എത്ര നിഷ്കളങ്കയാണ് എന്നാണ്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരാളുടെ പ്രൊഫൈലിൽ ഇവരുടെ വിവാഹ ഫോട്ടോ ഉണ്ട് എന്ന് ആ മാധ്യമ പ്രവർത്തക പരസ്യമായി വിളിച്ചു പോയി. അപ്പോൾ എല്ലാവരും ഓടിപ്പോയി അത് കാണാൻ ഇടയാവുകയും അയാൾക്കെതിരെ നിയമ നടപടി വരുമെന്നും എല്ലാം അയാൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ മാധ്യമ പ്രവർത്തക അവളെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അവർക്ക് എന്തും പുറത്ത് വിടാം. ഇവർക്ക് ഇനി പ്രൊഫഷണൽ ജലസിയാണോ ആ പെൺകുട്ടിയോടുണ്ട്? ആ പെൺകുട്ടി വളരെ നന്നായി ആങ്കറിംഗ് ഒക്കെ ചെയ്ത് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഉയർന്നു വരുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ അപ്പോൾ ഈ വ്യക്തി പറയുന്നത്, അവൾ പറഞ്ഞത് 4 ദിവസം മാത്രമേ അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിരുന്നുള്ളൂ എന്നാണ്. അപ്പോൾ ഈ പയ്യനെ എന്നെ കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്. അവർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇതൊന്നും പറയാൻ അതിനുള്ള ഒരു ഹെൽപ്പൊന്നും ആ പയ്യനില്ല. യഥാർത്ഥത്തിൽ അവൻ ആകെ തകർന്നു പോയി. അപ്പോൾ ഇത് പറയുമ്പോഴാണ് പറഞ്ഞത്, ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിന് മുന്നേ വരെ അവർ ഒന്നിച്ച് ഉണ്ടായിരുന്നു, ഒന്നിച്ച് യാത്രകൾ പോയിരുന്നു, അവർ ഒന്നിച്ച് സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്ന എല്ലാ കാര്യങ്ങളും അവൻ ചിത്രങ്ങൾ ചെയ്ത് അവരെടുത്ത ചിത്രങ്ങൾ, അവൾ വളരെ ഹാപ്പിയായി അവനോടൊപ്പം ചേർന്ന്, ഒരു ഭർത്താവിനോട് എത്രത്തോളം ചേർന്നിരിക്കാമോ അത്രത്തോളം ചേർന്നിരുന്നിട്ടുള്ള ചിത്രങ്ങളെല്ലാം അയാൾ എന്നെ കാണിച്ചു. അപ്പൊ അവൻ പറയുന്നത്, ഈ പറയുന്നതെല്ലാം ഒരു പച്ചക്കള്ളമാണ്. എന്തിന്റെ പേരിലായാലും പറയുന്നത് പച്ചക്കള്ളം. അതായത് ഇതൊരിക്കലും ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു വ്യക്തിയെ അയാൾ ചെയ്ത പ്രവൃത്തിയെ, അയാൾ അങ്ങനെ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളെ സ്ത്രീകൾ എങ്ങനെയാണ് പുരുഷന്മാർക്കെതിരായി ഉപയോഗിക്കുന്നത്? ഇതിനിടയിൽ പെട്ടുപോയ ഒരു പുരുഷനാണ് അയാൾ. ഇപ്പോൾ പുരുഷ കമ്മീഷൻ വേണമെന്ന് ശ്രീ രാഹുൽ ഈശ്വറൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ശരിക്കും സത്യം പറയാലോ, പുരുഷ കമ്മീഷൻ എന്നൊരു സാധനം കൂടി ഇവിടെ വേണം. യഥാർത്ഥത്തിൽ ഒരുപാട് പുരുഷന്മാരാണ് ഈ പല സ്ത്രീകളുടെയും ഈ മോശമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾക്ക് ഇരയായ നിരവധി പുരുഷന്മാരാണ് ഇവിടെ നമ്മുടെ നാട്ടിലുള്ളത്. ഈ കഴിഞ്ഞ എൻ്റെ ഒരു അനുഭവം തന്നെ പറയാം. ഞാൻ ഒരു സിംഗിൾ പാരന്റ് ആണ്. അപ്പോൾ ഒരു രണ്ടാം വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് മാട്രിമോണിയിൽ കൊടുത്തപ്പോൾ കുറച്ചധികം ആൾക്കാരുമായി സംസാരിക്കാനിടയായി. അപ്പോൾ പല പുരുഷന്മാരും കോവിഡിന് മുന്നേ എല്ലാം വിദേശങ്ങളിൽ പോയി, അവരുടെ നല്ല കാലം മുഴുവൻ വിദേശങ്ങളിൽ പോയി കുടുംബത്തിന് വേണ്ടി സമ്പാദിച്ച് കുടുംബത്തെ സംരക്ഷിച്ചവർ കോവിഡ് കാലത്ത് അവരുടെ ജോലി നഷ്ടപ്പെട്ട് തിരികെ നാട്ടിലേക്ക് വരുമ്പോൾ ഈ ഭാര്യയിൽ നിന്ന് ഉണ്ടായ അനുഭവങ്ങൾ വളരെ മോശമാണ്. കാശില്ലാതെ വീട്ടിൽ വന്ന് നിൽക്കുന്നവനോട് ഉള്ള ഒരു പുച്ഛം, അതായത് കാശില്ലാതായി കഴിഞ്ഞ ആ പുരുഷനെ ഈ സ്ത്രീകൾ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. അവർ നേരത്തെ ഇവർക്ക് കൊടുത്ത പൈസയൊന്നും ഒരു വിലയും ഇല്ലാതെ അവർ എന്നിട്ട് ഡിവോഴ്സ് വാങ്ങി പോകുമ്പോൾ ജീവനാംശം എന്ന പേരിൽ
ഈ പുരുഷന്മാരുടെ സ്വത്ത് വലിയ രീതിയിൽ തന്നെ ഈ സ്ത്രീകൾ അപഹരിച്ചുകൊണ്ട് പോകുന്നു എന്നതിന് ഇപ്പോൾ ഇവിടെ സ്ത്രീ പുരുഷ സമത്വം ആവശ്യപ്പെടുമ്പോൾ ഇവരെന്തിനാണെങ്കിൽ പുരുഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇവർക്ക് കൂടെ ജോലി ചെയ്ത് കുടുംബം നോക്കിക്കൂടെ? ഒരു കുടുംബത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ ഉത്തരവാദിത്തമാണെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ ജോലി ചെയ്ത് കാര്യങ്ങൾ നോക്കണ്ടേ? പക്ഷേ ഈ എലിമണി വാങ്ങിക്കുമ്പോൾ അങ്ങനെ ഒന്നും ഇല്ല. ആ പുരുഷന്റെ അടപടലം പറിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് പല സ്ത്രീകളും ലക്ഷ്യമിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ പറയുമ്പോൾ ഞാൻ ആരുടെടുത്തൊന്നും അങ്ങനെ കോമ്പൻസേഷൻ ഒന്നും വാങ്ങിയിട്ടല്ല സിംഗിൾ പാരന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ അധ്വാനിച്ച് തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തി വലുതാക്കിയത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ആവശ്യമെല്ലാം ശരിക്കും റിയൽ ആയിട്ടുള്ള ആവശ്യം തന്നെയാണ്. ഒരുപാട് സഫർ ചെയ്യുന്ന പുരുഷന്മാരും നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ല എന്നല്ല, ഒരുപാട് പുരുഷന്മാരുണ്ട്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞു വന്ന വ്യക്തിയിലേക്ക് വരാം. അപ്പോൾ ആ പെൺകുട്ടി വലിയ രീതിയിൽ ഈ അവൾക്ക് എന്ത് നേട്ടമാണ് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉണ്ടായത് എന്നറിയില്ല. അത് വളരെ സംശയമായ ഒരു കാര്യമാണ്. എന്തിന്റെ പേരിലാണ് ഈ ആരോപണങ്ങളെല്ലാം ഇപ്പോൾ ഉന്നയിക്കുന്നതെന്ന്. ട്രോമാറ്റിക്കായി കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ ഈ ഭർത്താവും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഞാൻ കണ്ടിരുന്നു. അതിലൊന്നും അത്ര ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഭാവിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഒരു ടോക്സിക് പേഴ്സൺ ആയിരുന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കളികൾ പോലും ആ സ്ത്രീ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന രീതിയിലാണ് ആ യുവാവ് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അപ്പോൾ ഇവിടെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ അയാളുടെ ഫാൻ ബേസിലുണ്ടാവും. ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ അതിജീവിതയോടൊപ്പം എന്ന് പറയുന്നത്, അതിജീവിതയോടൊപ്പം എന്നല്ല പറയേണ്ടത്, അതിജീവിതനോ അതിജീവിതയോ ആരോ ആയിക്കൊള്ളട്ടെ, നീതിക്കൊപ്പം എന്ന് പറയാനാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. കാരണം ഓരോ സ്ത്രീകളും നമുക്ക് മുന്നിലിരുന്ന് ഒരു പ്രസ് മീറ്റ് വിളിച്ചാൽ ആർക്കെതിരെയും എന്തും പറയാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരെ നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ അതിജീവിതയ്ക്കൊപ്പം എന്നൊന്നും പറയണ്ട, നീതിക്കൊപ്പം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ആ പെൺകുട്ടി അവളുടെ ഭർത്താവിനൊത്ത് ഒന്നിച്ചുള്ള വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ ഡേറ്റ് സഹിതം, ഇപ്പോഴത്തെ ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ ആ ഡേറ്റ് സഹിതം വരാറുണ്ടല്ലോ, ആ ഡേറ്റ് സഹിതം അയാൾ എന്നെ കാണിച്ചു. അവർ വളരെ സന്തോഷത്തോടെ 4 ദിവസമല്ല അവർ ഒന്നിച്ചുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഈ ഭർത്താവിനോട് തന്നെ അവൾ തുറന്നു പറഞ്ഞു, എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ് എന്ന്. എന്നാൽ അങ്ങനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നീ അത് തിരുത്തി വരും, നിനക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയാണെങ്കിൽ. അല്ല, നിനക്ക് പോകണമെങ്കിൽ നമുക്ക് ഡൈവേഴ്സ്. ഇതുവരെ അവൾ ഡൈവേഴ്സ് ചെയ്യുന്നതിനെ കുറിച്ച് അവളുടെ വീട്ടുകാർക്ക് ഉൾപ്പെടെ ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. അവളുടെ ഭർത്താവ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അവളോടൊപ്പം ജീവിക്കണമെങ്കിൽ ജീവിക്കാം, ക്ഷമിച്ച് അവൾക്കൊരു അബദ്ധം പറ്റിയതാണെങ്കിൽ അത് ക്ഷമിച്ചിട്ട് ഒന്നിച്ച് ജീവിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതല്ല, പോകണമെങ്കിൽ മ്യൂച്വൽ ഡൈവേഴ്സ് ചെയ്യാമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഇവൾ എന്തോ പ്ലാൻ ചെയ്യുന്നത് പോലെ എനിക്ക് ആലോചിക്കാനുണ്ട്, ഒരാഴ്ച സമയം തരൂ, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇനി ഒരു 2 ആഴ്ച സമയം തരൂ. എന്തായിരുന്നു അവിടെ പ്ലാനിങ്? ഈ ആലോചിക്കാൻ എന്താ, വേറൊരാളെ അവൾക്ക് ഇഷ്ടമാണ്, അപ്പോൾ ഭർത്താവ് പറയുന്നു എന്നാൽ നീ ഡൈവേഴ്സ് വാങ്ങി പൊക്കോളൂ എന്ന് പറയുമ്പോൾ വീണ്ടും അവൾക്ക് ആലോചിക്കാൻ സമയം ചോദിക്കുകയാണ്. അപ്പോൾ അത് എന്താ ആലോചിക്കാനുള്ള സമയമായിരുന്നു, എന്തിനുള്ള തിരക്കഥയാണ് അവർ തയ്യാറാക്കിയത് എന്നുള്ളതെല്ലാം നമ്മൾ ഈ മലയാളികൾ പെട്ടെന്ന് ഈ പെണ്ണുങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ പുറകെ പോയി സപ്പോർട്ട് ചെയ്യുന്നവർ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അയാൾക്കുമുണ്ട് അയാളുടേതായുള്ള ഇമേജും ബുദ്ധിമുട്ടുകളും എല്ലാം. അയാളുടെ വീട്ടിലും അയാൾക്ക് അമ്മയുണ്ട്, കുടുംബമുണ്ട്, അവിടെയും അയാൾക്ക് ബന്ധുക്കളുണ്ട്, അവരെ ഫേസ് ചെയ്യേണ്ടി വരും. സ്വന്തം ഭാര്യയുടെ കഥയാണ് നാട്ടുകാർ മുഴുവൻ മുത്തുച്ചിപ്പി വായിക്കുന്നത് പോലെ വായിച്ച് ആസ്വദിക്കുന്നത്. ചാനലുകളിൽ മുഴുവൻ അവളുടെ ഓഡിയോ കേൾക്കുകയാണ് ആൾക്കാരെ. ശരിക്കും പറഞ്ഞാൽ ഒരു ഭർത്താവിന്റെ കൂടെ അയാളെ ഒഴിവാക്കാതെ മറ്റൊരുത്തന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറാവുന്നത് തന്നെ ഒന്നാമത്തെ തെറ്റ് തന്നെയാണ് എന്നതിനാണ് എനിക്ക് പറയാനുള്ളത്. മറിച്ചൊരു അഭിപ്രായം ആർക്കും ഉണ്ടാവില്ല എന്നും ഞാൻ കരുതുന്നു. കാരണം ശരി, ഒരാളോടൊപ്പം ജീവിക്കാൻ കഴിയില്ല എങ്കിൽ അത് അവിടെ സ്റ്റോപ്പ്. ഇവിടെ നിയമമില്ലേ, നിയമസഹായം തേടാലോ. മറ്റൊരു സ്ത്രീ വന്ന് പറയുന്നു അവൻ കഞ്ഞി, ഭർത്താവിനെ പറയുന്നതാണ് കഞ്ഞി, ഭർത്താവ് കഞ്ഞിയാണ്, ആ കഞ്ഞിയുടെ കുഞ്ഞിനെ എനിക്ക് വേണ്ട, എനിക്ക് നിന്റെ കുഞ്ഞിനെ മതി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞിയാണെന്ന് ഒരുത്തനെ തോന്നിയാൽ അയാളെ ഡൈവേഴ്സ് ചെയ്ത് മാറ്റിയിട്ട് ആരുടെ കുഞ്ഞിനെയാണോ, ഇപ്പം കല്യാണം കഴിക്കണമെന്നില്ലല്ലോ, ഇപ്പോൾ രാഹുലിന്റെ കുഞ്ഞിനെ വേണമെങ്കിൽ രാഹുലിന്റെ കുഞ്ഞിനെ അവർക്ക് സ്വീകരിക്കാം, എന്നിട്ട് അന്തസ്സായി പണിയെടുത്ത് ജീവിച്ചുകൂടെ? അതിന് പകരം ഒരുത്തന്റെ കൂടെ ജീവിക്കുകയും അവനിൽ നിന്നുള്ള മറ്റ് ബെനിഫിറ്റ്സ് എല്ലാം അനുഭവിച്ചുകൊണ്ട് അവനെ മറ്റൊരുത്തനോട് കഞ്ഞി എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? സ്വന്തം ഭർത്താവിനെ കഞ്ഞി എന്ന് വേറൊരുത്തനോട് പറയുന്ന അവളെ ഒരു ഭാര്യ എന്ന് വിളിക്കാൻ കഴിയും? നാളെ വേറൊരുത്തനെ കാണുമ്പോൾ ഇവനെയും കഞ്ഞി എന്നല്ലേ അവൾ വിളിക്കുള്ളൂ എന്ന് കൂടെ. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ബാധകമാണ്. പലരും കുടുംബമുള്ള ചില പുരുഷന്മാർ സൈഡിലോട്ട് ഒരു കാമുകി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ചില സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കാറുണ്ട്. അവർ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അവരുടെ കല്യാണം കഴിച്ച ഭാര്യയിൽ നിന്ന് ലഭിക്കുന്നില്ല എങ്കിൽ അവർ ധൈര്യത്തോടെ ആ ബന്ധം അവസാനിക്കണം. മനുഷ്യർക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടോ? അവരോട് പറയുക, എനിക്ക് ഈ ബന്ധം, എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, അതെനിക്ക് ഇവിടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ എനിക്ക് മറ്റൊരു ബന്ധത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞ് അവർ മ്യൂച്വലായിട്ട് ആ ബന്ധം അവസാനിപ്പിച്ചിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതിന് പകരം ഇതിനെ അവിടെ വെച്ചിട്ട് മറ്റേ രഹസ്യമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കുക, അത് എൻജോയ് ചെയ്യുക എന്നുള്ളത്, ഇതൊക്കെ മറ്റുള്ളവർക്ക്, അതായത് അവരുടെ പാർട്ട്നേഴ്സിന് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും ആലോചിക്കാതെയാണ് സ്വാർത്ഥ ലാഭങ്ങൾക്കും സ്വാർത്ഥ മോഹങ്ങൾക്കും വേണ്ടിയിട്ട് ഈ മറ്റു പുരുഷന്റെയും മറ്റു സ്ത്രീകളുടെയും പുറകെ പോകുന്നതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം ഇനിയെങ്കിലും നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞു ഉടനെ അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു സ്ത്രീ വന്നിരുന്ന് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക വൈകൃതമാണ് എന്ന്. അവർ എന്തർത്ഥത്തിലാണ് പറഞ്ഞത്? അവർ അനുഭവിച്ചിട്ടുണ്ടോ? വേറൊരു റിനി ജോർജ് വന്നിരുന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടെന്ന്. ഇതിന്റെ എല്ലാം പിന്തുടർച്ചയാണ് ഇപ്പോൾ വന്ന ഈ പരാതികളും ഇതെല്ലാം. അതിലെ പൊരുത്തക്കേടുകൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെന്ന് പറയുന്ന പുരുഷന്മാർ അപ്പുറ സൈഡിലുണ്ട്. അവർക്കും എന്തായാലും അവരോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കെങ്കിലും മനസ്സിലാവുമല്ലോ ഈ പറയുന്ന പരാതി പറയുന്ന അല്ലെങ്കിൽ ഈ ഓഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ചാറ്റൊക്കെ പുറത്തു പോയ സ്ത്രീകളുടെ ഭർത്താവ് ഞാനാണ് എന്ന് അവരോട് അടുത്ത് നിൽക്കുന്നവർക്കെങ്കിലും അറിയാമായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്?
ആ പുരുഷന്മാരുടെ അവകാശം, അവർക്ക് മാന്യമായി ജീവിക്കാൻ, സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു അവകാശം അവർക്കുണ്ട്. അത് നിഷേധിക്കാനുള്ള ഈ റൈറ്റ് ഈ കല്യാണം കഴിച്ചു പോയി എന്നതുകൊണ്ട് ഈ ഭാര്യമാർക്കുണ്ടോ? അവന്മാരെ എങ്ങനെ കഞ്ഞി എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് അവന്മാരോട് പെരുമാറുന്നതും അതേ രീതിയിലാണ്. അവന്മാർ എന്തെല്ലാം ഫേസ് ചെയ്യുന്നുണ്ട്, ഇതിനെപ്പറ്റി ഇവിടെ ആർക്കും ചർച്ച ചെയ്യില്ല. അവരെയാണ് യഥാർത്ഥത്തിൽ അതിജീവിതന്മാരെന്ന് വിളിക്കേണ്ടത്. ഇപ്പോൾ അവരെക്കുറിച്ച് സംസാരിക്കാൻ ആരുമില്ല. കാരണം എൻ്റെ മുന്നിലിരുന്ന് ആ യുവാവ് കരയുകയായിരുന്നു. അവൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ, ഈ കഴിഞ്ഞ നാളുകളിലൂടെ അവൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ. അത് തുടക്കത്തിൽ അവന് രാഹുലിനെ മാത്രമേ കുറ്റം പറയാൻ കഴിയുമായിരുന്നുള്ളൂ. കാരണം അവന്റെ കുടുംബം നശിപ്പിച്ചത് രാഹുൽ വന്ന് കയറിയിട്ടാണ് എന്നുള്ളത്. പൊതുവെ ഒരു മാന്യതയുടെ പേരിലാണ് അവൻ അവന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന ഓരോ നടപടികൾ, അവൻ സത്യങ്ങൾ ആരോടെങ്കിലും അവനെ തുറന്ന് പറയുന്നു. പക്ഷേ ഇതെനിക്ക് പബ്ലിക്കിൽ പറയണമെന്ന് ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ ഇത് പുറത്ത് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ എന്തെങ്കിലും ക്യാമറയുടെ മുന്നിൽ വന്ന ആൾക്കാരുടെ മുന്നിൽ ഒരു കോമാളി വേഷം കിട്ടാൻ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ അവൻ വരുന്നില്ല. ഞാൻ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞു. ആൾക്കാർക്ക് അറിയണമല്ലോ എന്താണ് അവിടെ നടക്കുന്നതെന്ന്. ആൾക്കാർ ചർച്ച ചെയ്യുമ്പോൾ അതിജീവിത, മറ്റവൻ ഞരമ്പ് രോഗി, അവൻ ലൈംഗിക വൈകൃതമുള്ളവൻ, ഈ ചർച്ചയാണ് കൊഴുക്കുന്നത്. ആൾക്കാർക്ക് കേൾക്കാനും ഇഷ്ടമുള്ളത് അതാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ എരിഞ്ഞു തീരുന്ന കുറച്ച് ജീവിതങ്ങളുണ്ട്. ഇപ്പൊ 3 സ്ത്രീകളുടെ പരാതി വന്നു. അപ്പൊ ആ 3 സ്ത്രീകളുടെ പാർട്ട്നേഴ്സിനെ കുറിച്ച് എന്താ ആരും ചിന്തിക്കാത്ത? ആ പുരുഷന്മാർക്ക് ഇവിടെ കേട്ടല്ലോ. ഈ യുവതി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യുവതി ഈ ഒന്നാമത്തെ പരാതിക്കാരിയുടെ ഹസ്ബൻഡുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ആ ഹസ്ബൻഡ് ഇവർക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ രാഹുൽ മാങ്കൂട്ടമായിട്ട് ഇവർ ആ ഒരു ബന്ധം തുടർന്നുകൊണ്ട് പോയിരിക്കെ തന്നെ ഇവർ ഈ ഹസ്ബൻഡുമായിട്ട് പല സ്ഥലങ്ങളിൽ കറങ്ങാൻ പോകുന്നതും വളരെ സന്തോഷകരമായിട്ട് തന്നെ അവരുടെ കുടുംബജീവിതം മുമ്പോട്ട് നയിച്ചുകൊണ്ട് പോകുന്നതൊക്കെയാണ് അതിനകത്ത് കണ്ടിട്ടുള്ളൂ. ആ ഫോട്ടോയ്ക്കകത്ത് ഡേറ്റ് ഉൾപ്പെടെ കണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഈ പരാതിയിലേക്ക് പറഞ്ഞിട്ടുള്ള എന്താണ്, കുടുംബജീവിതം തകർന്ന് തരിപ്പണമായി, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ആ ഒരു ബന്ധത്തിൻ്റെ ഒരു തകർച്ചയൊക്കെ സംബന്ധിച്ച് പ്രശ്നം പരിഹരിക്കാനും ഒക്കെ ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത് എന്നൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെറും പച്ചക്കള്ളമാണെന്ന് തന്നെ ഇതിലൂടെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഉടനെ അടുത്ത പാർട്ടി ഓഫീസിലേക്ക് പോവോ? അടുത്ത പാർട്ടി കമ്മിറ്റി ഓഫീസിലേക്ക് പോയി പറയുമോ, എൻ്റെ കുടുംബജീവിതം ഞാനും വൈഫും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്, നിങ്ങൾ ഈ പാർട്ടിക്കാരിടപെട്ട് അല്ലെങ്കിൽ MLA പറഞ്ഞ് മുഖ്യമന്ത്രിയോട് പറഞ്ഞൊന്ന് പ്രശ്നം പരിഹരിക്കണമെന്ന് ആരെങ്കിലും ഒന്ന് പറയുമോ? ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? അത് ആദ്യം കുടുംബത്താണ് ആ പ്രശ്നം. കുടുംബക്കാരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചിരുത്തിയിട്ടാണ് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത്. അല്ലാതെ വേറെ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു MLA വഴിയാണോ ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നത്? അപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് ഈ പരാതിക്കാരികൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നല്ലേ. അപ്പോൾ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കാനും പുള്ളിയുടെ രാഷ്ട്രീയം തകർക്കാനും വേണ്ടിയിട്ട് കളിച്ച കളികളാണെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ